മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 338 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 43 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള ആത്മീയ യാത്ര നാം ഇന്നും തുടരുകയാണ്. നാം ഓർത്തതുപോലെ 1-ാം വാക്യത്തിലെ പ്രയോഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. നാം വളരെ വ്യക്തമായിട്ട് അവിടെ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു എന്നുള്ളത്. കഠിനമായ ക്ഷാമത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിൽ നിന്നുള്ള ചില ആത്മീയ പാഠങ്ങളാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഓർത്ത വിഷയം എന്ന് പറയുന്നത് ദേശത്തെമ്പാടും വ്യാപകമായി തീർന്ന ക്ഷാമം യാക്കോബിനും മക്കൾക്കും ബാധകമായിരുന്നു എന്നുള്ളതാണ്. ലോകത്തിൽ സാർവത്രികമായി സംഭവിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ദൈവമക്കളും ഒഴിവുള്ളവരല്ല. കോമണായിട്ട് വരുന്ന വിഷയങ്ങൾ അവരെയും ബാധിക്കാറുണ്ട് എന്നുള്ളത് നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നതും നാം അനുഭവിക്കുന്നതുമായ വിഷയങ്ങളാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യാക്കോബിനുണ്ടായിരുന്ന ആശ്വാസം എന്ന് പറയുന്നത് ദൈവം അറിയുന്നു, ദൈവം കരുതുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ചിന്ത ഇതായിട്ട് മാറണം. പ്രശ്നങ്ങൾ വരികയില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ വരും. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ള എല്ലാവരെ പോലെ നാമും ബാധിക്കപ്പെടുമ്പോൾ ലോകമനുഷ്യനില്ലാത്തൊരു പ്രത്യേകത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇന്ന് നാം മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നുവെന്ന പ്രയോഗം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത്, എത്ര സുഭിക്ഷമായ അവസ്ഥ മിസ്രൈമിൽ ഉണ്ടായിരുന്നാലും ആ മിസ്രൈം തരുന്ന ധാന്യത്തിൻ്റെ സമ്പത്ത്, അതിൻ്റെ സുഭിക്ഷത തീർന്നു പോകും എന്നുള്ളതാണ്. 2-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നു പോയപ്പോൾ എന്ന് വായിക്കുന്നു. നമുക്കറിയാം, മിസ്രൈം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചിത്രമാണ്. ലോകത്തിൻ്റെ ചിത്രമായ മിസ്രൈമിൽ സുഭിക്ഷമായി ധാന്യം വിളയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ദൈവം അനുവദിച്ചതാണ്. 41-ാം അധ്യായം 54-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുഭിക്ഷമായി ധാന്യസമ്പത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മിസ്രൈമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യം പ്രസ്താവിക്കുന്നത് അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നുപോയപ്പോൾ എന്നുള്ളതാണ്. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഉപജീവനത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പല ആത്മീക വിഷയങ്ങളെപ്പോലെ തന്നെ ഭൗതികമായ ആവശ്യങ്ങളും നമുക്കുണ്ട്. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു വിശ്വാസിക്ക് ലോകത്തിൻ്റെ പല പ്രൊവിഷൻസിലൂടെ സ്വർഗത്തിലെ ദൈവം തരുന്ന നന്മകൾ അത് തീർന്നു പോകുന്നതാണ് എന്നുള്ള വസ്തുത നാം മറക്കുവാൻ പാടുള്ളതല്ല. ഇവിടെ ഇതാ മിസ്രൈം അത് സുഭിക്ഷമായി വിളഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു.
ആ സുഭിക്ഷമായി വിളഞ്ഞതിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട ധാന്യ സമ്പത്ത് മിസ്രൈമിനുണ്ടായിരുന്നു. തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഓരോ ആവശ്യക്കാർക്കും അത് കൊടുത്തിരുന്ന യോസഫ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മിസ്രൈം കൊടുക്കുന്ന സമ്പത്ത് അത് യാക്കോബിനും കുടുംബത്തിനും തീർന്നു പോകുന്ന ചരിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേക പാഠങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു പാഠമായിട്ട് നാം ഇത് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. അതെന്താണ്? നാം ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ലോകത്തിലൂടെ പല കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരാറുണ്ട്. ഈ ലോകത്തിൻ്റെ അനേക നന്മകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് സ്വർഗം നമുക്കായിട്ട് മനുഷ്യരെന്ന നിലയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് തരുന്നത് ദൈവമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതിന് ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ നോട്ടം ഒരിക്കലും മിസ്രൈമിലേക്കാകരുത്. ഈ ലോകത്തിലേക്ക് നിന്റെ നോട്ടം കേന്ദ്രീകരിക്കപ്പെടരുത്. ഈ ലോകം തരുന്ന എത്ര വലിയ സുഭിക്ഷതയും അത് തീർന്നു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതാണ്. ഒരു ഭക്തൻ്റെ നോട്ടമെന്ന് പറയുന്നത്, അവൻ കാണേണ്ടതെന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറത്തുള്ള സ്വർഗത്തിലെ ദൈവത്തെയും സ്വർഗത്തിൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ള സ്വർഗീയ ഭണ്ഡാരത്തെയുമാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, സ്ഥലം പോരാതെ വരുമ്പോളം നമ്മളെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെ കലവറ നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തളരുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ നാം ശ്രദ്ധ പതറിപ്പോകുന്ന നിമിഷങ്ങളൊക്കെ മാനുഷികമായിട്ട് വരുമ്പോൾ, നോട്ടമൊരിക്കലും താൽക്കാലികമായ ലോക സംവിധാനങ്ങളിലേക്കാകരുത്. മറിച്ച് അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അതിശയകരമായിട്ടുള്ള തീർന്നു പോകാത്ത നന്മകളുടെ കരങ്ങളിലേക്ക് വേണം നാം ശ്രദ്ധിക്കാനായിട്ട്. ഈ പാഠം ദൈവം നമ്മളെ പഠിപ്പിക്കുക. മിസ്രൈം എത്ര സുഭിക്ഷമാണെങ്കിലും അത് തരുന്ന ധാന്യം അത് തീർന്നു പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് യാക്കോബേ, നീ ശ്രദ്ധിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തെയാ. ഇന്ന് ലോകത്തിലേക്ക് നോട്ടമുണ്ടോ? ലോകത്തിൻ്റെ നോട്ടം നിനക്ക് കൂടിപ്പോയതുകൊണ്ട് നീ ഇന്ന് ആത്മീയമായി തളരുന്നവനാണോ? എന്നാൽ ഓർക്കുക, ലോകത്തിൻ്റെ നോട്ടം അത് നമുക്ക് നിരാശ വർദ്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ അപ്പനെ ലോകത്തിന് അതീതമായി ഏറ്റവും വലിയവനായി കണ്ട് നമ്മുടെ സകല ആവശ്യങ്ങളെ നിവർത്തിക്കുന്ന ആ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.